ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നവംബർ മാസം 4-ാം തീയതി ഫോം വിതരണം ആരംഭിച്ച് ഡിസംബർ 4-ാം തീയതി അത് പൂർത്തീകരിക്കുന്ന ഒരു മാസക്കാലത്തേക്ക് ഈ BLOമാർക്ക് അതിന്റെ ഡ്യൂട്ടി നിശ്ചയിച്ചാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിന്നുൾപ്പെടെ താഴെത്തട്ടിലേക്ക് വലിയ സമ്മർദ്ദങ്ങൾ താഴെത്തട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളിലെ സർക്കാർ ജീവനക്കാരായി നിൽക്കുന്ന ആളുകളാണ്. അവരെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് നൽകിക്കൊണ്ട് ഒരു പ്രത്യേക ഡ്യൂട്ടിക്കായി അവരെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ BLOമാരുടെ സൂപ്പർവൈസർമാരായി അതത് വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഏറ്റവും താഴെത്തട്ടിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, 23 വർഷം മുമ്പുള്ള ഒരു വോട്ടർ പട്ടിക സമഗ്രവും സമ്പൂർണവുമായ പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഈ സമയം മതിയാകില്ല എന്ന് ഇതിന്റെ ഘട്ടത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞു. 5 ദിവസങ്ങൾക്ക് മുമ്പ് NGO സോജയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഭാരവാഹികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നേരിൽ കണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിന്റെ തൊട്ടുതാഴെയുള്ള ജില്ലാ കളക്ടർ, അതിനുശേഷം തൊട്ടുതാഴെയുള്ള ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ, അതിന് താഴെയുള്ള EROമാർ, AEOമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ എങ്ങനെയാണ് ആ തൊഴിലുടമ തൊഴിലാളികളോട് പെരുമാറുന്നത് ആ രീതിയിൽ ഇതിനകത്ത് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അതിനകത്ത് കടുത്ത സമ്മർദ്ദങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ മീറ്റുകളും വീഡിയോ കോൺഫറൻസുകളും നടക്കുകയാണ്. അത്തരം ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ എല്ലാ തരത്തിലും മാനസികമായി സമ്മർദ്ദപ്പെടുത്തുകയും മെമ്മോ കൊടുക്കുന്നതുൾപ്പെടെ കോഴിക്കോട് ജില്ലയിലുണ്ടായി. അവിടെ കോഴിക്കോട് ജില്ലയിൽ സബ് കളക്ടർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ BLOക്ക് അവിടെ അതിനകത്ത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വാണിംഗ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. ഇവിടെ ഈ തരത്തിൽ ഒരു പരിഷ്കരണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഏതെങ്കിലും വോട്ടുകൾ വിട്ടുപോവുകയോ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദി BLOമാർ മാത്രമായിരിക്കുമെന്നുള്ള തരത്തിലുള്ള താഴെ തട്ടിലുള്ള സമ്മർദ്ദം കനപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കേരളത്തിലെ മലയാളികളായ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ പല ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രായോഗികമല്ലാത്ത സമീപനം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നും മലയാളികളായിരിക്കുന്ന ആളുകൾ കേരളത്തിന്റെ സാമൂഹ്യ ഘടന, ഭൂപ്രകൃതി, ജനസംഖ്യ, വിപുലമായ പ്രദേശം, മലമ്പ്രദേശമുണ്ട്, കുന്നിൻ ചെരിവുണ്ട്, പിന്നെ അതുതരത്തിൽ 1400-600 ആളുകൾ അധിവസിക്കുന്ന ഒരു ബൂത്തിൽ, ഒരു ഇലക്ഷൻ ബൂത്തിൽ, നമ്മുടെ വാർഡുകളല്ല, ആ ഇലക്ഷൻ ബൂത്തിൽ ഈ രീതിയിൽ ഒരു സമയം നൽകിക്കൊണ്ട് അതിനുള്ളിൽ അത് പൂർത്തീകരിക്കാത്ത ആളുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുന്നിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ BLOമാർ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം സൂചിപ്പിച്ചത്. BLOമാർ ആ ജോലിക്ക് സ്വയം സന്നദ്ധരായി വന്ന ആളുകളല്ല. വിവിധ വകുപ്പുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഉത്തരവിലൂടെ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അവരുടെ അഡീഷണൽ ജോലിയാണിത്. അങ്ങനെ ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളുകളിൽ 2 മാസവും 1 മാസവുമായി. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ഒരു സംശയമാണ്. കാരണം ഈ ഒരു ബൂത്ത് ലെവൽ ഓഫീസറായി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഇങ്ങനെ നിയോഗിച്ചതിൽ അധികൃതർക്കൊരു വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമല്ലേ ഇതിലൂടെ? തീർച്ചയായും ഈ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്, ഏറ്റവും അവസാനത്തെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്, അധ്യാപകർ, അംഗൻവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പെൻഷൻകാരായി, സർവീസ് പെൻഷൻകാരായി പ്രായാധിക്യത്തിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് D ജീവനക്കാർ, ക്ലാസ് 4 ജീവനക്കാർ എന്ന് ഇപ്പൊ പറയുന്നത് അതൊരു ഭാഷാപരമായി അത് ശരിയല്ല. ഗ്രൂപ്പ് D ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം ജോലിക്ക് നിയോഗിച്ചുകൂടാ എന്ന് തന്നെ സർക്കുലർ ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ആ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ആള് ആ അദ്ദേഹത്തിന് വോട്ടുള്ള ബൂത്തിൽ
ഉൾപ്പെട്ടിരിക്കുന്ന ആളായിരിക്കണമെന്ന് പ്രഥമവും പ്രധാനവുമായ ഒരു നിർദ്ദേശം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലകളിൽ മുൻപ് EROമാരായിരുന്നത് താലൂക്ക് തഹസിൽദാർമാരായിരുന്നു. ഇപ്പോ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് അതിന്റെ സവിശേഷമായ അധികാരം കൊടുത്തുകൊണ്ട് ജില്ലാ കളക്ടറേറ്റുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരാണ് EROന്റെ ചുമതല നിർവഹിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വനിതകളും റിട്ടയർമെന്റിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ആളുകളും കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറവുള്ള ആളുകളും ഒക്കെ ഈ മേഖലയിൽ അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മതിയായ ട്രെയിനിങ് നൽകണമെന്നുള്ള പ്രഥമമായ ആവശ്യം ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ആ ട്രെയിനിങ് പോലും ഉപരിവിപ്ലവപരമായി അത്തരം കാര്യങ്ങൾ ചെയ്തു പോയി എന്നുള്ളതല്ലാതെ ഈ ടാർഗറ്റ് ഓരോ ദിവസവും ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായി. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറെ ആ ഓഫീസിലുള്ള ജീവനക്കാരുടെ മേൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഞങ്ങള് സംഘടനാപരമായി റെപ്രസെന്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അതിന് പരാതി പറയാൻ വന്ന ആളുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ള രീതിയിലാണ്. ഇന്നലെ ഈ മരണമുണ്ടായതിനു ശേഷം കണ്ണൂർ ജില്ലാ കളക്ടറുടെ പ്രതികരണം ഇന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. BLO, ഈ മരണപ്പെട്ട BLO അദ്ദേഹം ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടില്ല, ജോലി ഭാരത്തിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ADM എന്ന് പറയുന്ന തൊട്ടു താഴെയുള്ള സഹപ്രവർത്തകൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യപ്പെടുന്നതിന് ഇടയാക്കിയ സാഹചര്യത്തിൽ വളരെ ആരോപണ വിധേയനായ ആളാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. ആ കളക്ടർ പറയുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ മരണത്തെ കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. കേരളത്തിലെ BLOമാരായിരിക്കുന്ന 10-25,000 ആളുകൾ അവരുടെ മാനസിക സംഘർഷത്തെക്കുറിച്ച് ഓരോ ജില്ലകളുടെയും ജില്ലാ കളക്ടർമാരുടെ അടുത്ത് നേരിട്ട് കണ്ട് പരാതി പറയും, ആവലാതി പറയുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഇത്തരം IAS മാടമ്പിമാർ ഏത് നാട്ടിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ കാര്യക്ഷമമായ ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകളിൽ BLOമാരുടെ സേവനം അർത്ഥപൂർണമായി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ആ ജീവനക്കാരുടെ മുകളിൽ കൂടുതൽ സമ്മർദ്ദപൂർണമായ ഒരു ജോലിക്ക് നിയോഗിക്കാനുള്ള ഉത്തരവ് നൽകുമ്പോൾ അത് നടപ്പിലാക്കിയെടുക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ NGO അസോസിയേഷൻ നൽകിയ മെമ്മോറാണ്ടം നൽകുന്ന വേളയിൽ ഞങ്ങൾ ഉന്നയിച്ച ആശങ്കയെ പോലും ഗൗരവമല്ലാതെ കാണുന്നതിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിത്വമാണ് ഈ മരണമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. മാത്രമല്ല, കേരളം പോലെ വളരെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം നിലനിൽക്കുന്ന താഴെത്തട്ടിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ മേഖലയിലാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ, റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിപ്പോ. അവിടെയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളിത് നടത്തിക്കളയുമെന്നുള്ള രീതിയിൽ ഡിസംബർ മാസം ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും 2026 ഫെബ്രുവരി മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും ഒക്കെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നത്. അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.